സോ ഹേ ഗൈസ്, പോക്കിമോൺ ക്രിസ്റ്റലിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഹായ്, ഞാൻ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ റൈവലിനെ തോപ്പിച്ച് പിന്നെ നമ്മുടെ ലാബിലോട്ട് പോയിട്ട് ഇനി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കണം. സോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഞാൻ ഇപ്പം അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ലാബിൽ എന്തെങ്കിലും കേസ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ വഴി ഓക്കെ. ഈ വഴി ചാടാൻ പറ്റില്ലേ? പറ്റും ചാടാൻ പറ്റും. യെസ്, നമ്മുടെ രണ്ടാമത്തെ പോക്കിമോനെ ഞാൻ ഈ പാടി പിടിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ടീംമേറ്റ് അതാരാണെന്ന് ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇനി ഇവിടെ എന്താ സംഭവിച്ചത് നോക്കട്ടെ. ഐ ഹേർഡ് എ സോൾ പോക്കിമോൻ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം പ്രൊഫസർ യങ് മെയിൽ വിത്ത് റെഡ് ഹെയർ. ഹിസ് നെയിം നമുക്ക് മൂസ എന്ന് കൊടുക്കാം. എനിക്ക് ആനിമേ ഡീമൺ സ്ലെയർ ആനിമേ ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മൂസ എന്ന് കൊടുക്കാം. മോനെ സെറ്റ് നീണ്ടി. അപ്പം അയാൾ നന്ദിയൊക്കെ പറഞ്ഞ് പോയി. നമുക്കിനി പ്രൊഫസറിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ. എന്തൊക്കെ പറ്റിയെന്ന ഭയങ്കര വലിയ കാര്യമാണ് നടന്നത്. പ്രൊഫസർ ഞെട്ടിപ്പോയി. നമുക്ക് ആ മുട്ട കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ, ആ മിസ്റ്ററി എഗ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പ്രൊഫസർ ഞെട്ടിപ്പോയി. നിനക്കതെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കണം. പിന്നെ പ്രൊഫസറൊക്കെ നിനക്കത് മറ്റേ പോക്കിഡെക്സ് തന്നോന്ന് വെച്ചപ്പോൾ ഇയാൾ ഫുള്ള് ഞെട്ടി. നമ്മ ചാമ്പ്യൻ ആകണമെന്നൊക്കെ ഇയാൾ പറയണം. ഞാനാകും ഗൈസ്, നമ്മളാകും. നമ്മളോട് വയലറ്റ് സിറ്റിയിൽ ജിമ്മൊക്കെ തോപ്പിക്കാൻ പറയുന്നുണ്ട്. ഇതെന്താ? ഓക്കെ ഗൈസ്, പോക്കിബോൾ കിട്ടി. ഫൈനലി പോക്കിബോൾ കിട്ടി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇയാൾ നല്ല ആളാന്ന്. അയാൾ പോക്കിബോൾ വന്നു ഗൈസ്. നമുക്കെന്തായാലും അമ്മേനോട് കണ്ടിട്ട് പോയേക്കാം. അമ്മേ അത് ഇവിടെ ഉണ്ട്. ക്യൂട്ട് പോക്കിമോൻ വേണമെന്നൊക്കെ. ഞാൻ അഡ്വഞ്ചറിന് പോവണേ. പൈസയൊക്കെ സേവ് ചെയ്തോ. സെറ്റ്. ബി കെയർഫുൾ. പോക്കിമോൻ സർഫുണ്ട്. യു നീഡ് ടു വർക്ക് ആസ് എ ടീം. ഓക്കെ, നമ്മുടെ അമ്മ നമ്മുടെ പിന്താങ്ങുന്നുണ്ടെന്ന്. സെറ്റ്. നമുക്കിനി നേരെ വയലറ്റ് സിറ്റിയിലോട്ട് പോകാം. ഇതെന്താ? അവൻ നമ്മളെ പോക്കിമോൻ എങ്ങനെ പിടിക്കണേന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. ചെന്നപ്പോ തന്നെ കിട്ടിയോ? റാറ്ററ്റാണ് കഴിച്ചത്. ഒരു പോക്കിബോൾ ഉപയോഗിച്ചു. 5ാമത്തെ ലെവൽ റാറ്ററ്റെ. അവന് കിട്ടി ഗൈസ്. അവന്റെ ബോള് പൊട്ടിയൊന്നുമില്ല, അവൻ ഒറ്റടിക്ക് കിട്ടി. എന്റെ പൊന്നോ. അതിനിപ്പോ ഹെൽത്ത് കുറവാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പോക്കിമോനെ കിട്ടാൻ. സോ നമുക്കിനി എന്തായാലും വയലറ്റ് സിറ്റിയിലോട്ട് പോകാം. വയലറ്റ് സിറ്റിയിൽ വെച്ച് നമുക്ക് രണ്ടാമത്തെ പോക്കിമോനെ എടുക്കണം. പിന്നെ വയലറ്റ് സിറ്റിയിലല്ല, അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് രണ്ടാമത്തെ പോക്കിമോനെ എടുക്കണം. പിന്നെ വയലറ്റ് സിറ്റിയിലെ ജിം ലീഡറെ തോപ്പിക്കണം. അത് എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് പാർട്ടിയിലും ചെയ്യാം. സോ ഞാനിപ്പോൾ എന്തായാലും അവിടെ എത്തട്ടെ. പിന്നെ പോക്കിമോൻ്റെ ലെവലൊന്ന് കൂട്ടണം. ലെവല് കുറവാ. അത് ലീഡിനെ തോപ്പിക്കാൻ പോണതിന് മുമ്പ് ചെയ്യാം. എന്തായാലും ഈ അപ്പൂപ്പനോട് സംസാരിച്ചേ. അപ്പൂപ്പൻ കുറേ ദിവസം വെറുതെ നിൽക്കണം. അപ്പോൾ അയാൾ നമുക്ക് ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഇത് പോക്കി സെൻ്ററാണ്. ഇവിടെ നിനക്ക് എപ്പോഴെങ്കിലും ഹിലിയ ഫ്രീ കോസ്റ്റ്. ഇത് മാർക്കറ്റ്. ബോളൊക്കെ വാങ്ങാം. അത് റൂട്ട് 30. ദിസ് ഈസ് സി.
വാട്ടർ പൊക്കിമോൻ മാത്രമേ വെള്ളത്തിൽ കിട്ടുള്ളൂ, അത് നമുക്കറിയാലോ. ഇതവൻ്റെ വീടാ, ഞാനടുത്തത് വേറെന്തോ സ്ഥലമാണ്. മാപ്പ് കാർഡ് കിട്ടി. മാപ്പ് കാർഡ് അതെന്താ? മാപ്പ് കാർഡ് എന്താ ഉപയോഗം? ഓ മാപ്പാണോ അത്? ആ മാപ്പാണത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ സെക്കൻഡ് പാർട്ടറിന് എടുക്കണം, നമ്മുടെ ടീമേറ്റ്, സെക്കൻഡ് ടീമേറ്റ്. സോ ഗൈസ്, അപ്പം നമ്പർ നല്ല സെക്കൻഡ് ടീമേറ്റ് വേറെ ആരുമല്ല, ഈ പോളിവാഗ് തന്നെയാണ് സെക്കൻഡ് ടീമേറ്റ്. ഇങ്ങനെ റാൻഡമായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് എന്തായാലും നമുക്ക് അവനെ പിടിക്കാൻ നോക്കാം. ഓ ബബിള്. ഈ വാട്ടർ പൊക്കിമോനൊക്കെ ഫയർ പൊക്കിമോനെ ഡാമേജ് അടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല നമ്മുടെ ലെവല് കൂടുതലാണ്, അതുകൊണ്ട് ചാവില്ല. നമുക്ക് എന്തായാലും ഇനി പോക്കിബോൾ അറിയാം. എന്നുവെച്ചാൽ ഒരടിയും കൊടുത്തവൻ ചിലപ്പോൾ ചാവും. ഓ 5 പോക്കിബോൾ ഉണ്ട് കേട്ടോ. കിട്ടണേ ദൈവമേ, കിട്ടണേ 3. യെസ് ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ടീംമേറ്റ്സിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അവൻ്റെ ലെവല് കൂട്ടണം, അത് വേറെ കാര്യം. സോ നമുക്ക് വേണമെങ്കിൽ ഒരു പോക്കിമോനെ കൂടി പിടിച്ച് ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പോകാം. ഓക്കെ, ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫയർ പോക്കിമോൻ്റെ ചിലപ്പോൾ ലൈഫ് കൂടും. ലൈഫല്ല, ലെവല് കൂടുമെന്ന് തോന്നണം കേട്ടോ. ഓ നമ്മൾ ഈ അറ്റാക്കൊക്കെ മിസ്സാകണത് എങ്ങനെയാ? നേരെ ഫ്രണ്ടിലാണ് വന്നിരിക്കണം, എന്നിട്ട് അറ്റാക്ക് മിസ്സായി. ഓ പൊടി, എൻ്റെ പൊന്നു. ജസ്റ്റ് എന്തായാലും നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ആയിട്ട് പോവാം. ജസ്റ്റ് ഒരു ചെറിയൊരു സാധനത്തിലാണ് അത് പോയത് ഗൈസ്. ആ ചെറിയ ഒരു XP കൂടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആയാനെ. എന്തായാലും ഈ ഹൂദിനെയും കൂടി ഒന്ന് കൊന്നേക്കാം. പെട്ടെന്ന് ചാവും. 3 അടിക്ക് ചാവുക. സോ എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കാം. ഓക്കെ, നമ്മളങ്ങനെ 9ാമത്തെ ലെവലിൽ എത്തിയിരിക്കുന്നു. എന്തെങ്കിലും പവർ കിട്ടോ? പറ്റിച്ച് പവറൊന്നും കിട്ടിയില്ല. എന്തായാലും ഹീൽ ചെയ്തേക്കാം. അതുകൊണ്ട് നമുക്ക് ഇനി മറ്റേ പോളിവാഗിൻ്റെ ഇത് കൂട്ടണം, നമ്മുടെ ലെവല് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവൻ്റെ കയ്യിൽ നല്ല എബിലിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് അവന് ഐസ് പഞ്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അവൻ്റെ ഹിപ്നോട്ടൈസിങ് ഐസാണ്, പിന്നെ സർഫ്, പിന്നെ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. ഇനി നമുക്ക് വയലറ്റ് സിറ്റിയിലോട്ട് പോകാം ഗൈസ്. ചാർജ് അതൊന്നും പ്രശ്നമില്ല. നമുക്കിനി വയലറ്റ് സിറ്റിയിലോട്ട് പോകാം. അനങ്ങുന്നില്ലല്ലോ. സെറ്റ്. പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് പോക്കിമോൻ വന്നു. ഒരു നല്ല പോക്കിമോനാണ് കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ പക്ഷേ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനില്ല, കാരണം നമുക്ക് അവിടെ ചെന്ന് മറ്റേ ട്രെയിനേഴ്സ് ഉണ്ട് അവിടെ, ആ ട്രെയിനേഴ്സിനിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളത്. ഞാൻ എന്തായാലും അവനെ പൊക്കത്തോട്ട് ആയിക്കോട്ടെ, കാരണം അവന് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവില്ല നമ്മുടെ പോളിവാഗന്. ഓക്കെ, ഫസ്റ്റ് ട്രെയിനറാണിത്. അവൻ്റെ പേരെന്താ? ബില്ലു. മൈക്കാണോ? ജോയ് ആണ്. ജോയ്. സോ റാറ്ററ്റാണ് അവൻ ആദ്യം വിട്ടേക്കണത്. നമുക്ക് ഇവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവൻ 2 അടിയോട് മുതൽ നമ്മൾ ചത്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സിൻഡക്കിലിനെ എടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യണത്. ഒരു ടാക്കിളും കൂടി കൊടു. ഈ റാറ്ററ്റ് നല്ലൊരു പോക്കിമോൻ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെടുക്കാം. റാറ്ററ്റ് നല്ല പോക്കിമോനാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ നല്ലൊരു ടീമായിരിക്കും, അതുകൊണ്ട് ഞാൻ റാറ്ററ്റിന് എടുക്കാം. അപ്പോൾ റാറ്ററ്റ് നിങ്ങളുടെ വേറൊരു ടീമിന് പറ്റും. അത് നമ്മുടെ
വാട്ടർ പൊക്കിമോൻ എടുത്താൽ അതിനെ കിട്ടും, മനസ്സിലായോ? വാട്ടർ പൊക്കിമോൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടീമിനെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഫയർ പൊക്കിമോൻ എടുത്തേക്കാം. ഇത് രണ്ടാമത്തെ ട്രെയിനറാണ്. ആ പേരൊന്നും പറയുള്ളല്ലോ. ഇവനാരാ? മൈക്കിയാണ് ഇവൻ. മിക്കി എന്നാണോ? മൈക്കി എന്നൊക്കെ. സോ എൻ്റെ ഒരു പിജിയോട്ടാണുള്ളത്. ഇത് ചിലപ്പോൾ 2 അടിക്കോ 1 അടിക്കെല്ലാം ചാവും, അങ്ങനെയൊക്കെ തോന്നണം. ചത്താക്കള 1 അടി കൊണ്ട് കരുതി കേസ്. അപ്പോൾ അത് ചത്തോളും. യെസ്, എന്നെ കൊന്നു. പോളിവാക്കിന് 10 XP കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് XP കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ ഗുണമുണ്ടെന്നാ. ഫുൾ XP കിട്ടൂല, പക്ഷെ ഗുണമുണ്ട്, മനസ്സിലായ? ഫുൾ XP കിട്ടണമെങ്കിൽ റാറ്ററ്റ് വന്നോട്ടെ. റാറ്ററ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോട്ടെ. റാറ്ററ്റ് കുഴപ്പമില്ല, നമ്മുടെ ടീമിന് ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഈ റാറ്ററ്റിനെ വന്നോട്ടെ. ഓക്കെ, 1 അടി കൊടുത്താൽ 1 അടി കിട്ടി. അത് ക്രിട്ടിക്കൽ ഹിറ്റ് ആവേണ്ട ഇത് കിട്ടിയത്. നമ്മളെ നല്ല ലൈഫ് പോയിട്ടുണ്ട്. ഓക്കെ, 46 XP കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 46 കൂടി കിട്ടിയാൽ നമ്മുടെ 10ാമത്തെ ലെവലാവും. ഇനി ഒരുത്തിനൂടെ ഉണ്ടെന്ന് തോന്നാം. ഇതാരാ? ഹൂത് ഗൈസ്. യെസ്, ഹൂത്. ശരി, ഞാൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യണം. പോയിക്കോ. ഇവിടെ ഫൈറ്റ് ചെയ്യോ? ഐ എം നോട്ട് എ ട്രെയിനർ. ഓക്കെ, അവൾ ബാറ്റ് ചെയ്യാൻ റെഡിയാണ്. ബട്ട് അവൾക്ക് അയാളുടെ ട്രെയിനറല്ല എന്ന് പറയണം. ഇത് ചെക്കനാണ്. ഇവരെല്ലാവരും ഇവനൊരു ചെക്കനാണ്. ഇവൻ ചെറിയ ചെക്കനാണെന്ന് തോന്നുന്നു. അവനധികം പൊക്കില്ല. കണ്ട, അവന് ചെറിയ ചെക്കനാണ്. അവനെന്താ ക്യാച്ചർ ഡോന്നൊക്കെ അവൻ പറയണം. ബഗ് ക്യാച്ചർ ഡോൺ. ഒരു ബഗ് ടൈപ്പൊക്കെ വേണത്തിൽ ഉപയോഗിക്കുള്ളൂ. കാറ്റപ്പി, പിന്നെ ഏതാ വീഡില്, അങ്ങനത്തെ. നമ്മുടെ ചെക്കന് ലൈഫ് കുറവുള്ള കേസ്. ഈ ബാച്ചിലൂടെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് ഹീൽ ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചെക്കൻ ചിലപ്പോൾ ചത്തുപോകും. ഈ പോളിവാഗിനാണെങ്കിൽ അധികം എബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെക്കന് ഫൈറ്റ് ചെയ്യാൻ അധികം അറിയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒന്നുകൊണ്ട് ഹീൽ ചെയ്തിട്ടും വരാം ഈ ഫൈറ്റ് ഒന്ന് കഴിഞ്ഞോട്ട്. ചാവാൻ. പോളിവാഗ് 5ാമത്തെ ലെവലായി ഗൈസ്. യെസ്, പോളിവാഗ് ഇങ്ങനെ ഫൈനലി 5ാമത്തെ ലെവലായി. വക്കടിച്ച് ഇനിയിപ്പോൾ ഒരു പൊക്കിമോനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തു പോകും. കാറ്റപ്പി തന്നെയാണ് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഹീൽ ചെയ്തിട്ടും വരാം. അടുത്ത ട്രെയിനർ ചിലപ്പോൾ നല്ല അടി വരും. അപ്പോൾ നമ്മുടെ പൊക്കിമോൻ ചത്തു പോകും. അപ്പോൾ ഞാൻ ഹീൽ ചെയ്തിട്ടും വരെ കളയുന്നുണ്ട്. ഗൈസ്, രക്ഷപ്പെട്ടു ഗൈസ്. ഭാഗ്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തു പോയന്. ഫൈനലി 10ാമത്തെ ലെവലായി ഗൈസ്. യെസ്, ഇനി ഉണ്ടല്ലോ, നമ്മ ഇനി ഇവിടെ പോകണം. പോക്കി സെൻറ്ററിൽ പോയിട്ട് ഞാൻ ഒന്ന് ഹീൽ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യട്ടെ, കാരണം ഭയങ്കര HP കുറവാണ്. പെട്ടെന്ന് പോയില്ലെങ്കിൽ ഞാൻ ചത്തു പോകും ചിലപ്പോൾ. സോ ഞാനത് ഹീൽ ചെയ്തിട്ട് വരാം. ഇതെന്താ സ്റ്റക്കായിട്ടിരിക്കണേ? സെറ്റ്. ഓക്കെ, ഞാനത് പെട്ടെന്ന് ഹീൽ ചെയ്യട്ടെ. പെട്ടെന്ന് ഈ വഴി ചാടല്ലേ, അത് നല്ല കാര്യം കേട്ടോ. അല്ലെങ്കിൽ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, അതിൻ്റെ ഇടയിൽ പോക്കിമോനും ചാടി വരും. ഫുള്ള് പണിയാണ്. ഈ ഫ്രീ കോസ്റ്റ് കൊള്ളാമല്ലേ ഗൈസ്? കാരണം നമ്മുടെ പോക്കിമോനൊക്കെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ $1 $2 കൊടുത്ത് എൻ്റെ പൊന്നോ. സോ
ഉടച്ച് കാണാം ഗൈസ്. പൊക്കത്തോട്ടെത്തണം. പൊക്കത്തോട്ടല്ല, നമുക്ക് കാണുമ്പോൾ പൊക്കത്തോട്ടെന്ന് തോന്നും. ഈ ലാസ്റ്റ് ടൈലെത്തുമ്പോഴാണ് ഗൈസ് എപ്പോഴും ഇങ്ങനെ ലാസ്റ്റിലെത്തുമ്പോൾ ഒരു ഫൈറ്റ് വരും. ഞാൻ എന്തായാലും ഈ ഫൈറ്റ് എടുക്കണില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ വൈലറ്റ് സിറ്റിയിലൊത്ത് എത്തണം. ഈ വീഡിയോക്ക് ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ആ ട്രെയിനറിനെ നമ്മൾ തോപ്പിച്ചതായിരുന്നു. സോ ഇനി എന്തെങ്കിലും ട്രെയിനർ ഉണ്ടോ? ഇല്ല. നേരെ പോകാം. കണ്ടോ ഗൈസ്, ലാസ്റ്റത്തെ ടൈലെത്തുമ്പോഴാണ് എപ്പോഴും പണി വരുന്നത്. ഞാൻ എന്തായാലും ഫൈറ്റ് എടുക്കണില്ല. ഞാൻ ഒന്ന് റൺ ചെയ്യട്ടെ. ഓ പോക്കിബോൾ. അത് പോഷനായിരുന്നു ഗൈസ്. ഷിനാസ് പോക്കിബോളാണ്. ഇതാരാ? ഓ ഇത് അതാ ട്രെയിനറാണ്, വേറെ ട്രെയിനർ. ഇവൻ നമ്മളോട് ബാറ്റിൽ ചെയ്യാൻ പറഞ്ഞു. ഈ പിള്ളേരൊക്കെ പോക്കിമോൺ ട്രെയിനേഴ്സാ, സീൻ തന്നെ. ഓ അവന് 4 പോക്കിമോൺ ഉണ്ട്. ആദ്യത്തെ കാറ്റപ്പി അല്ലേ? എൻ്റെ ആദ്യത്തെ പോക്കിമോൻ കാറ്റപ്പിയാണ്. നമുക്ക് സ്വിച്ച് ചെയ്യാൻ എന്തായാലും പോക്കിമോനെ. സോ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഈ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാം. അല്ല വേറെ ഗെയിം വേണമെങ്കിൽ അതും പറയാം. ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ ഗെയിം കളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമൊക്കെ ഞാൻ കളിക്കാൻ നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ ഗെയിം ഇടാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞേച്ച്. എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലാരും ഈ ഗെയിം ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. സോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും പോലും ഞാനും തന്നെ പറയാനുള്ളൂ. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ കാറ്റബീനും കൂടി ഒന്ന് കൊന്നോട്ടെ. ഈ കാറ്റബീനെ കൊല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കെന്തെങ്കിലും ഇവന്മാർ റിവാർഡ് ഒന്നും തരില്ലേ ഗൈസ്? ഇവന്മാർ തോപ്പിക്കുമ്പോൾ പൈസ വരുമെന്ന് തോന്നുന്നല്ലേ? ഇവന്മാർക്ക് ഇങ്ങനെ വല്ല തന്നോളെ, പോഷനാ പോക്കിബോളാ അങ്ങനെ എന്തെങ്കിലും തന്നോളൂ ഇവന്മാർ തോപ്പിക്കുമ്പോൾ. അതിൻ്റെ കൂടെ പൈസയും വേണം, അത് ശരിയാണ്. പൈസ ഇല്ലാണ്ടൊരു കളി ഗൈസ്. നമുക്കിവനെ ഒന്ന് അടിച്ചു കൊന്നേക്കട്ടെ. യെസ് അപ്പൂസ്, യെസ്. ഇനി ഒരാളും കൂടി ഉണ്ട്. അതാരാ? വീഡിൽ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ വീഡിൽ, അതൊരു ബഗ് ടൈപ്പ് പോക്കിമോനാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതൊരു തലയൊക്കെ കുറുത്തതേ ഇതുപോലെ. ഇതാണ് വീഡിൽ. കണ്ട ഒരു ജോക്കറിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും അത് ജോക്കറല്ല ഗൈസ്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. വീഡിലിനെ വെച്ചപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ വീഡിൽ ചിലപ്പോൾ കൂടുതൽ എക്സ്പി ഉണ്ടാവും. പക്ഷെ അത് 3ാമത്തെ ലെവല, അതിനത്ര എക്സ്പി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നമ്മുടെ ലീഡറിനെയൊക്കെ തോൽപ്പിക്കണത് നമുക്ക് ഈ 2 പോക്കിമോനെ കൊണ്ട് തന്നെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണ്, എൻ്റെ വിശ്വാസം. അയ്യോ ഗൈസ്, നമുക്ക് പോയിസൺ അടിച്ച് ഗൈസ്. നമ്മുടെ പോക്കിമോൻ ചിലപ്പോൾ ചാകും. എന്തായാലും വീടെല്ലാം ഇങ്ങോട്ട് കൊന്നേക്കട്ടെ. ഒരു ചത്തില്ല, ആ ചത്ത് ഗൈസ്. യെസ് 16 XP തന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, 16 XP. ഓ 32 രൂപ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. 32 രൂപയൊക്കെ എന്തിനാടാ? ദേ ഗൈസ് അടുത്ത പോക്കിബോള്. ഓ അത് കറക്റ്റ് പോക്കിബോളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം 5 പോക്കിബോളുണ്ട് ഇപ്പം. ഇതുവരാ? ഓ സൂബാറ്റ് ഗൈസ്. സൂബാറ്റ് നല്ല പോക്കിമോനാണ്. സോ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് സൂബാറ്റിനെ കിട്ടും. പിന്നെ നമ്മുടെ ആർക്കനൈൻ്റെ ചെറിയ എവല്യൂഷൻ കിട്ടും. പിന്നെ ഗ്യാസ്ലിനെ കിട്ടും ഗൈസ്. ഗ്യാസ്ലി ഒരു നല്ല ഗോസ്റ്റ് ടൈപ്പ് പോക്കിമോനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെടുക്കാം. ഫൈനലി നമ്മൾ വയലറ്റ് സിറ്റിയിൽ എത്തിയിരിക്കുന്നു. ഇതാണ് വയലറ്റ് സിറ്റി. സോ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്.
സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തേർഡ് പാർട്ട് ഇപ്പം ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കാം. ബൈ.